അസ്സലാമു അലൈക്കും. നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മക്രോണിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കെല്ലാം വലിയ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ മക്രോണി. അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് കുറച്ച് വെള്ളം വെക്കാം. 2 കപ്പ് മക്രോണിയാണ് എടുത്തേക്കുന്നത്. അതിന് കുറച്ച് വെള്ളം കൂടുതൽ വെക്കണം. 1 ലിറ്റർ വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു 4-5 കപ്പ് വെള്ളം വെക്കണം. ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ കുറച്ച് എണ്ണ ഒഴിക്കണം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം 1 സ്പൂണ്. അതിനുശേഷം വെള്ളം തിളച്ചതിന് ശേഷം നമ്മുടെ ഈ മക്രോണി വെള്ളത്തിലോട്ട് ഇടണം. ഇട്ടുകൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കണം. ഞാനിതാണ്ട് മക്രോണി ഇട്ടുകൊടുത്ത് ഇനി ഒന്ന് ഇളക്കണം. നല്ലതുപോലെ ഇളക്കണം. അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി ഇളക്കി ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത്. നമ്മുടെ കൈ ഒന്ന് നോക്കണം. നമ്മൾ അതൊന്ന് നല്ല നമുക്കറിയാം ഇത് വേവുമ്പം 10 മിനിറ്റ് കഴിയുമ്പോൾ ഇത് കണ്ട നല്ല ഒരു സോഫ്റ്റ് ആവുന്ന സമയത്ത് ഇത് നമ്മൾ ഊറ്റണം. ഊറ്റിയതിന് ശേഷം പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു ഇതാണ്. കുട്ടികൾക്കൊക്കെ 4 മണിക്കൊക്കെ നല്ല ഒരു സ്കൂളിൽ വിട്ട് വരുമ്പം കൊടുക്കുന്ന ഒരു ഇതാണ്. എന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി, ഇഞ്ചി, ക്യാപ്സിക്കം, മല്ലിയില, പച്ചമുളക് ഇതൊക്കെ എടുത്തിട്ടുണ്ട്. പച്ചമുളക് എരിവിന് വലിയൊരു പച്ചമുളകേ എടുത്തിട്ടുള്ളൂ. അപ്പം ഞാൻ കടായി എടുത്ത് വെച്ച് ഇനി നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവറാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു 3 സ്പൂൺ സൺഫ്ലവർ. ഒഴിച്ച് കൊടുത്തതിന് ശേഷം എണ്ണ ചൂടാകുമ്പോൾ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ചതച്ച് വെച്ചേക്കുന്ന ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വഴറ്റണം. എന്നിട്ട് സവാളയും ഇട്ട് കൊടുക്കാം. ഈ സവാളയൊക്കെ കടിക്കുന്ന രൂപത്തിൽ വേണം. ഒരുപാട് അങ്ങ് ഇതാക്കി വഴറ്റണ്ട. നമുക്കിതൊന്ന് ഇളക്കാം. ഉപ്പിട്ട് കൊടുക്കണം. സവാള പെട്ടെന്ന് അന്നേരം ഒന്ന് വാടും. ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുകയാണ്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കാം. അത് ഒരുപാട് അങ്ങ് വേവരുത്. ക്യാപ്സിക്കം കടിച്ച് പിന്നെ വേണമെന്നവർക്ക് ക്യാരറ്റ് വേണമെന്നവർക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ക്യാരറ്റൊന്നും ഇല്ല. പിന്നെ ഞാൻ ശകലം ചിക്കനാണ് ഇട്ട് കൊടുക്കുക. ചിക്കൻ നേരത്തെ വാങ്ങിച്ച് വെച്ചതിൽ വറുത്ത് ഞാൻ ചെറുതായിട്ട് ബോൺലെസ് ചിക്കനായിട്ട് എല്ലില്ലാതെ ചെറിയ പീസായിട്ട് എടുത്ത് ഞാനത് വറുത്ത് വെച്ചിരുന്ന ചിക്കനുണ്ട്. അതാണ് ഇതിൽ ചേർക്കുന്നത്. ഏതാണ്ട് നമ്മൾ ചിക്കൻ വാങ്ങിക്കുന്ന സമയത്ത് ഇതേമാതിരി വറുത്ത് വെച്ചിരുന്ന പെട്ടെന്ന് നമുക്ക് ഇതൊക്കെ തയ്യാറാക്കാം. അപ്പോൾ ഇതും ഇട്ട് കൊടുത്തതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഞാൻ കുറച്ച് എണ്ണയും കൂടെ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് അതൊന്ന് സെറ്റാവട്ടെ. അങ്ങനെ എടുത്ത് അതെല്ലാം റെഡി ആയിട്ടുണ്ട്. ആ ചിക്കനും ഉള്ളിയും ക്യാപ്സിക്കവും എല്ലാം സെറ്റായിട്ടുണ്ട്. ഉപ്പ് പിടിച്ചിട്ടുണ്ടല്ലോ. അതിന് ശേഷം മുളക് പൊടി നിങ്ങളുടെ ആവശ്യത്തിന് എരിക്ക് ഉള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ എരി കുറവ് മതിയില്ല. കാശ്മീരി ചില്ലിയാണ് ഇത്. മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി ആവശ്യമുണ്ടെങ്കിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇട്ട് കൊടുത്തില്ല. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. ഞാൻ കുഞ്ഞുങ്ങൾക്ക് എരി കൂടുതൽ പോകുമെന്നും പറഞ്ഞ് കുരുമുളക് പൊടി ഇട്ടിട്ടില്ല. ഇനി ഞാൻ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചില്ലി സോസ് ഇല്ല എൻ്റെ അടുത്ത്, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തില്ല. സോസ് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സോസൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്. ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഊറ്റി വെച്ചിരിക്കുന്ന മാഗി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കണം. ഇളക്കിയതിന് ശേഷം നല്ല ഇതാക്കും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും വലിയ ഇഷ്ടമല്ലേ ഇത്.
നമ്മൾ നല്ലതുപോലെ ഒന്നും കൂടെ ഒന്ന് ഇളക്കുക. അരപ്പെല്ലാം അതിലോട്ട് പിടിച്ചിട്ട് അതിന് എന്ത് ചെയ്യണമെന്നറിയോ? ശകലം തിളച്ച വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം പിന്നെ മല്ലിക്കീര ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുക്കുമ്പം മൊത്തത്തിൽ അരപ്പ് നല്ലതുപോലെ നല്ല അരപ്പ് വരും. എന്നിട്ടൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് വെച്ചേക്കാം. ഞാൻ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കണം. അപ്പം അരപ്പെല്ലാം സെറ്റാവും, ഉപ്പും എരിയും ഇതും. അതിനുശേഷം തുറക്കണം. എല്ലാം നല്ല കുഴഞ്ഞ് പരുവത്തിലിരിക്കുക. വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുമ്പം, തിളച്ച വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ റെഡിയാവും അത്. കണ്ട. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.